ഞങ്ങൾ റിപ്പോർട്ടറിൽ നിന്നാണ് വരുന്നത്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? തോമസ്. തോമസ്. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ആദ്യമേ പറയാം. വോട്ട് രേഖപ്പെടുത്തണം. ആർക്കെന്ന് ഞങ്ങൾ പറയില്ല. ഇഷ്ടമുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താം. പക്ഷേ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ആ ദിവസം പോകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും പോകും. തീർച്ചയായിട്ടും പോകണം. അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ചേട്ടൻ്റെ പേര് ഒന്നുകൂടി ഒന്ന് പറയാൻ? തോമസ്. തോമസ്. തോമസ് ചേട്ടൻ എത്ര കാലമായി ഇവിടെ? ഇവിടെ ഞാൻ 97 മുതൽ താമസിക്കുന്നതാണ്. പാരമ്പര്യമായി കിട്ടിയതാണോ അതോ ഇവിടെ വന്ന് വാങ്ങി? ഞങ്ങൾ വന്ന് വാങ്ങിയതാണ്. നല്ല സ്ഥലമാണ്, മനോഹരമായ സ്ഥലം. അതെ. വലിയ ചൂട് അറിയുന്നില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വലിയ ചൂട് അറിയുന്നില്ല. വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ, ഞാൻ മൂലവറ്റംകാരൻ തന്നെയാണ്. മൂലവറ്റക്കാരനാണ്. ഇവിടെ തന്നെയാണ്. ഓക്കെ. ആരൊക്കെയാ ഉള്ളത് വീട്ടില്? വീട്ടില് ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അതാ മോന്റെ കുട്ടിയാണല്ലോ. ഹലോ മാമേ. ഹായ്. എന്താ എന്റെ പേര്? മോന്റെ പേരെന്താ? മോളുടെ പേര് മോളാണ്. കന്നാമേരി. കന്നാമേരി കുട്ടി. ഹായ്. അപ്പോ എന്ത് ചെയ്യുന്നു മകൻ? മോളുടെ കുട്ടിയാണിത്. അവന് ഇവിടെ ഒരു കുടിവെള്ളത്തിന്റെ കമ്പനിയിലാണ് മരുമോന്. ഓക്കെ. അത്യാവശ്യം എങ്ങനെയാ കൃഷി ജീവിതമൊക്കെ എങ്ങനെയാണോ? ഇപ്പൊ കൃഷിയാണ്. ഞാൻ പോലീസിൽ നിന്ന് റിട്ടയർഡാണ്. പോലീസാണ്. ഓക്കെ. എന്തായിരുന്നു? ഞാൻ എസ് ഐ ആയിരുന്നു. എവിടെയായിരുന്നു? ഏത് സ്റ്റേഷനിലായിരുന്നു? ഇടുക്കി സ്പെഷ്യൽ റേഞ്ചിൽ. ഇടുക്കി എസ് ഐ ആയിരുന്നു ചേച്ചി അദ്ദേഹം സർവീസ് കാലത്ത്? ഇരിക്കുമായിരുന്നു. അല്ല ചേച്ചിയല്ല, പിടിച്ചോണ്ട് പോകുന്നവർ ഇരിക്കുമായിരുന്നു. ഇല്ലില്ല. സൗമ്യനായ എസ് ഐ ആയിരുന്നു. ജനമൈത്രി എസ് ഐ അല്ലേ? ജനമൈത്രി എസ് ഐ ആയിരുന്നു. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. കൂടുതൽ കാലം സ്പെഷ്യൽ ബ്രാഞ്ച്. സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു. സ്റ്റേഷനിലുണ്ടായിരുന്നു. ഞാൻ കാഞ്ഞാർ സ്റ്റേഷനിലുണ്ടായിരുന്നു. കുപ്രസിദ്ധരായ പല ആരെങ്കിലും ഒക്കെ പിടികൂടിയിരുന്നു? അങ്ങനെയൊന്നുമില്ല. കുപ്രസിദ്ധിയിലൊന്നും പിടരേണ്ടി വന്നിട്ടില്ല. കുപ്രസിദ്ധരായ ആരും പിടിക്കേണ്ടിയും വന്നിട്ടില്ല. ആണല്ലേ? ഓക്കെ. ഇതിപ്പം ഈ കരയിൽ എത്ര പേരുണ്ട്? 100-100ഓളം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. 100 അതിലൊക്കെ കൂടുതൽ. ഈ സ്ഥലത്തിന്റെ പേര് കൃത്യ സ്ഥലം ഏതാ? AKG നഗർ എന്നാ പറയുന്നത്. മൂലവറ്റം മൂന്നുങ്കൽ ഭാഗം എന്നൊക്കെ പറയും. മൂന്നുങ്കൽ ഭാഗം. അപ്പൊ അങ്ങോട്ടും വീടുകളുണ്ട് അല്ലേ? അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട്. അവിടെ വലിയ മലയാണോ മുകളില്? അങ്ങോട്ട് വലിയ മലയാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് എലവീഴാപ്പുഞ്ചിറ. എലവീഴാപ്പുഞ്ചിറയുടെ മുകളിലാണ് അല്ലേ? അതെ അതെ അല്ലേ? എലവീഴാപ്പുഞ്ചിറയുടെ താഴ്ഭാഗമാണിത്. ഇതെ അതെ അതെ. ഇതിന് തൊട്ട് പോകുന്ന ഇതെന്താ കാഞ്ഞാർ പുഴയാണോ അതോ? അത് പർവസിൽ നിന്ന് മൂലവറ്റം പർവസിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്ന പുഴയാണ്. ആ പുഴയ്ക്ക് പേരിട്ടിട്ടുണ്ടോ? പുഴയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയാറെന്നൊക്കെ പറയത്തുള്ളൂ. ഇത് ത്രിവേണി സംഗമം എന്നാണ് ഈ ഭാഗത്ത്. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും. ഞങ്ങൾ മൂലവറ്റം കറങ്ങിയാണ് വരുന്നത്. ഇത്രയും ദൂരം വരും. അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് മൂലമറ്റം പോകാൻ ഇവിടുന്ന്? ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. 3 കിലോമീറ്റർ മൂലമറ്റം. കറങ്ങി വരണമെങ്കിൽ അവിടുന്ന് 500 മീറ്ററേ ഉള്ളൂ. അവിടുന്ന് 500 മീറ്റർ ആ പാലത്തിൽ കൂടെ വരാം. അപ്പം നിങ്ങൾ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ ഇതുവഴി ഇറങ്ങി വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? മൂലവറ്റം പോകണം. മൂലവറ്റം പോയി കറങ്ങി വേണം പറഞ്ഞത്. അല്ലെങ്കിൽ നേരെ കാഞ്ഞാറിന് പോവാം. ഓക്കെ. ജീവിതമൊക്കെ ഹാപ്പിയായി പോകുന്നു. മനോഹരമായ സ്ഥലം. ഈ പൂഞ്ചിറ വഴി ഇങ്ങ് വരികയാണെങ്കിൽ ഒത്തിരി ടൂറിസം സാധ്യതയുള്ള ഇവിടെ ഒരു പാലത്തിന് അനുവദിച്ചിട്ടുണ്ട്. 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ സർവേ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയായിരുന്നോ അതോ? ഇല്ല, എവിടെയാ? നെടുങ്കണ്ടത്താണ്. അപ്പൊ നെടുങ്കണ്ടവും മൂലമറ്റവുമാണ്. അതെ. ചേട്ടന്റെ വീട് മൂലമറ്റം. ഓക്കെ. ചേച്ചി ജോലി ഉണ്ടായിരുന്നോ? ഇല്ല. മക്കൾ 2 പേരാ ഉള്ളത്? 2 പേര്. മോൻ അയർലൻഡിലാണ്. പുള്ളി എന്താ അവിടെ ജോലി? അവിടെ ഹോസ്പിറ്റലാണ്. നേഴ്സാണോ അതോ? നേഴ്സല്ല, സപ്പോർട്ട്. അപ്പം ഒരു മകൻ വിദേശത്ത്. മകളോ? മരുമോളും വിദേശത്താണ്. അവർ ഫാമിലി ആയിട്ട് അവിടെ. മകള് ഇവിടെ ഒരു കുടിവെള്ളത്തിന്റെ കമ്പനി ഉണ്ട് അവർക്ക്. വർക്ക് ചെയ്യുന്നില്ല, അവരുടേതാണ്. ഗ്രൂബിൻ. ശരി. ഓക്കെ. അത് ഈ ഭാഗത്തുള്ളതാണ് അല്ലേ? അതെ അതെ. ഓക്കെ. വാക്കുട്ടി, അപ്പോ എന്താ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യതയൊക്കെ ഇവിടെ? തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു. അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. ഡീന സാധ്യത ഉണ്ടോ? എന്താ അവസ്ഥ? സാധ്യത ഉണ്ടാവണം. അപ്പുറത്തും നല്ല ശക്തമാണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രധാനമായിട്ട് എന്തായിരിക്കും ആലോചിക്കുക? അതായത് സ്ഥാനാർത്ഥിയുടെ മികവാണോ നോക്കുക, അതല്ല പാർട്ടി, അതല്ലെങ്കിൽ ഇഷ്യൂസിൽ ഇവരെങ്ങനെ ഇടപെട്ടു, അങ്ങനെയൊക്കെയാണ്? മതേതര മുന്നണിയാണ് വരേണ്ടത്. അതായത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഒരു മതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല വേണ്ടത്. അതായത് അങ്ങനെയാണോ നിലപാട്? ചേച്ചി എങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പം സാധാരണ ഇതിൽ പറയാനുണ്ട്, ഇന്ത്യയിലൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് പല ആളുകളും പുരുഷന്മാർക്ക് ഒരു രീതിയായിരിക്കും, സ്ത്രീകൾക്ക് ഒരു രീതിയായിരിക്കും. സ്ത്രീകൾ വോട്ട് ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയിട്ടായിരിക്കും. അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പദ്ധതികൾ, ഇപ്പോൾ ഗ്യാസ് കൊണ്ടുവരുന്നവർക്ക് ഉജ്ജ്വൽ ഗ്യാസ് ഒക്കെ കിട്ടത്തില്ല. ഞങ്ങൾ ആ ലിസ്റ്റ് മുകളിലാണ്. എങ്ങനെയാ പൊതുവെ ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? രാഷ്ട്രീയ വർത്തമാനം ഹസ്ബൻഡുമായിട്ട് പറയുമോ? തോമസ് ചേട്ടനുമായിട്ട് അങ്ങനെ രാഷ്ട്രീയം പറച്ചിലൊന്നുമില്ല. മൊത്തത്തിൽ ഹാപ്പിയാണ്. വോട്ടിടാൻ പോകുമ്പം ഞാനൊരു നേരിട്ട് സ്ട്രേറ്റ് ചോദിക്കുകയായിരുന്നു. കാര്യം അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. കേരളത്തിലെ സ്ത്രീകൾ പക്ഷെ കുറവാണ്. ഈ ഭർത്താക്കന്മാർ പറയുന്ന ആൾക്ക് വോട്ട് കുത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് നമ്മൾ പറയും അല്ലേ? അത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തും അല്ലേ? അപ്പം ഇവിടെ ആർക്കാ സാധ്യത എന്നാ ചേച്ചി കരുതുന്നത്? അത് പറയാറായിട്ടില്ല. നല്ല മത്സരമായിരിക്കും. മതേതര മുന്നണി വരണം. അതായത് ഒരു രാഷ്ട്രീയ എല്ലാവർക്കും വോട്ട് ഇവിടെ തന്നെയാണോ? മകൾക്കും
അതെ അതെ 3 വോട്ടുണ്ട് ഇവിടെ. അതെ അതെ എല്ലായിടത്തും മകനും പക്ഷെ അവിടെ അല്ലേ, പ്രവാസിയായിട്ട് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വരില്ല. വോട്ട് ചെയ്യുന്നില്ല. അപ്പം 3 വോട്ട് ഇവിടെ ഉണ്ട്. 3 പേര് വോട്ട് ചെയ്യാൻ പോകും. അമ്മയുണ്ട്. അമ്മയുണ്ട്. അപ്പോൾ 4 പേര്. സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയുണ്ട്? റിട്ടയർമെന്റ് ഞാൻ കൃഷിയൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് സാധ്യതകളിലൂടെ വന്നാൽ നന്നായിരിക്കും. ഈ ഒരു പാലം വന്നിരുന്നെങ്കിൽ ഒരുപാട് മെച്ചമായിരുന്നു. പാലം ഇവിടെ നിങ്ങൾ വലിയ പാലം വരണം. വലിയ പാലം അതിൻ്റെയാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. തടസ്സം അതിനിപ്പം ഇപ്പോൾ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ സർവേ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലവിഴ പൂഞ്ചിറ വഴി ഇങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ മൂലമറ്റം വാഗമണ്ണൊക്കെ ഇതിലേക്ക് പോകാൻ ഒരുപാട് എളുപ്പമുണ്ട്. ഇവിടുന്ന് 25 കിലോമീറ്റർ. മൊത്തത്തിൽ ടൂറിസം സർക്യൂട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ശരി, ഞങ്ങളത് പതുക്കെ ഇറങ്ങുന്നു. അപ്പൊ ഗംഭീരാവട്ടെ, വോട്ടിംഗ് കാലം ഉഷാറായിരിക്കട്ടെ. വാവേ ടാറ്റാ, ബൈ. ബാബ പാട്ട് പാടുവോ? കുഞ്ഞിപ്പാട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മൂലമറ്റത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ത്രിവേണി സംഘം. അങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര്, ത്രിവേണി സംഗമം. രണ്ടാറുകളും പവർഹൗസ് ഇരുന്നുള്ള വരുന്നതുകൊണ്ട് ത്രിവേണി സംഗമം. കാപ്പിയൊക്കെ കുടിച്ചു കാണുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട